പാലക്കാട് ഇഷ്ടംപോലെ ഡാമുകളുണ്ട്. ആ ഡാമിനെയൊക്കെ ചുറ്റിപ്പറ്റി ചെറിയ ഗ്രാമങ്ങളുമുണ്ട്. ആ സ്ഥലങ്ങളുടെ പേര് ഡാമിൻ്റെ പേരായിട്ട് സാമ്യം തോന്നുന്ന പേരുകളാണ്. മലമ്പുഴ എന്ന സ്ഥലത്തെ മലമ്പുഴ ഡാമിലേക്ക് ഇന്നത്തെ യാത്ര. പാലക്കാട് ടൗണിൽ നിന്ന് പെട്ടെന്ന് പോയി വരാൻ കഴിയുന്ന ടൂറിസ്റ്റ് സ്പോട്ടുകളിലൊന്നാണ് മലമ്പുഴ. ടൗണിൽ നിന്ന് ഏകദേശം ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഒരു അരമണിക്കൂർ കൊണ്ട് മലമ്പുഴ ഡാമിനടുത്തെത്താൻ കഴിയും. പല രീതിയിൽ നമ്മൾ യാത്ര ചെയ്യാറുണ്ട്. ആഴ്ചകളോളം റിസർച്ച് ചെയ്തിട്ട് സ്ഥലത്തെക്കുറിച്ച് ശരിക്കും പഠിച്ച് യാത്ര ചെയ്യാറുണ്ട്. എന്നാൽ ചില യാത്രകളാണെങ്കിൽ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഇറങ്ങിത്തിരിക്കും. ഇന്നത്തെ യാത്രയുടെ പ്രത്യേകത എന്തെന്നാൽ ഞാൻ എത്തിപ്പെടുന്ന സ്ഥലത്തിൻ്റെ കൃത്യമായ ചിത്രം മനസ്സിലുണ്ട്. മലമ്പുഴ ഗാർഡൻസിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആയത്. ഇതിനകത്തേക്കുള്ള പ്രവേശനത്തിന് ടിക്കറ്റ് എടുക്കണം. നമ്മളേതായാലും അകത്തേക്ക് പോകുന്നില്ല. ഡാമിൻ്റെ ഷട്ടർ തുറന്നിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലം കാണാൻ നല്ല ഭംഗിയായിരിക്കും. കേരളത്തിലെ ഏറ്റവും വലുതും പോപ്പുലറുമായിട്ടുള്ള ഡാമുകളിലൊന്നാണ് മലമ്പുഴ ഡാം. മലമ്പുഴ നദിയിലാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. മലമ്പുഴയെ ഫേമസ് ആക്കുന്ന കാര്യങ്ങളാണ് ഇവിടുത്തെ തൂക്കുപാലം, ബോട്ടിംഗ്, യക്ഷിയുടെ സ്റ്റാച്യു, അതുപോലെ ഇവിടുത്തെ റോപ്പ് വേ. അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ നമ്മൾ ടിക്കറ്റ് എടുക്കണം. വലിയ റേറ്റൊന്നുമില്ല ടിക്കറ്റിന്. മലമ്പുഴ ഡാമിൻ്റെയും ഗാർഡൻ്റെയും ഒരുവിധം കാഴ്ചകളെല്ലാം റോപ്പ് വേയിൽ ഇരുന്നാൽ കാണാൻ പറ്റും. റോപ്പ് വേയിലൂടെയുള്ള മുഴുവൻ യാത്രയ്ക്ക് എടുക്കുന്ന സമയം 20 മിനിറ്റാണ്. വളരെ പതുക്കെയുള്ള യാത്രയായ കാരണം റോപ്പ് വേയിലിരുന്ന മലമ്പുഴ ഗാർഡൻസിൻ്റെ കാഴ്ച നന്നായി ആസ്വദിക്കാൻ കഴിയും. പരിചയത്തിലുള്ള ആരെങ്കിലും പാലക്കാട്ടേക്ക് ആദ്യമായി വന്നാൽ പാലക്കാട്ടുള്ള സ്ഥലങ്ങൾ കാണണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചാൽ ആദ്യം കൊണ്ടുവരുന്ന സ്ഥലമാണ് മലമ്പുഴ. പാലക്കാട് മലമ്പുഴ കാണാത്ത, റോപ്പ് വേയിൽ കയറാത്ത ആളുകൾ വളരെ ചുരുക്കമായിരിക്കും. തമിഴ്നാട്ടിൽ നിന്നും കുറേ ടൂറിസ്റ്റുകൾ ഇവിടെ വരാറുണ്ട്. ഇവിടെ അടുത്ത് സ്നേക്ക് പാർക്കും റോക്ക് ഗാർഡനുമുണ്ട്. ഇതെല്ലാമാണ് മലമ്പുഴ ഡാമും ഗാർഡൻസും മറ്റു ഡാമുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് പാലക്കാടിൻ്റെ അഭിമാനമായ NSS എഞ്ചിനീയറിംഗ് കോളേജിലേക്കാണ്. കേരളത്തിൽ സ്ഥാപിതമായ 4ാമത്തെ എഞ്ചിനീയറിംഗ് കോളേജാണിത്. 1960-ൽ നായർ സർവീസ് സൊസൈറ്റിയാണ് ഇത് സ്ഥാപിച്ചത്. പാലക്കാട് ജില്ലയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജായത്. പാലക്കാട് ടൗണിൽ നിന്ന് 9 കിലോമീറ്റർ അകലെ അകത്തേത്തറയിലാണ് കോളേജ് സ്ഥിതി ചെയ്യുന്നത്. 100 ഏക്കറിൽ പരന്നു കിടക്കുന്നതാണ് കോളേജ്. 100 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള കോളേജാണ്. ഒരുപാട് പ്രസിദ്ധമായ ആളുകൾ ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട്. എടുത്തു പറയാനാണെങ്കിൽ കുറേ പേരുകളുണ്ട്. അതുകൊണ്ട് ആരുടെയും പേര് മാത്രം പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. സിനിമകളിലൊക്കെ കണ്ടുവരുന്ന ആ പഴയകാല ക്യാമ്പസിൻ്റെ ഫീല് ഇവിടെ ശരിക്കും കിട്ടുന്നുണ്ട്. പാലക്കാടിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ തന്നെ അഭിമാനമാണ് നമ്മുടെ ഈ NSS എഞ്ചിനീയറിംഗ് കോളേജ്. പച്ചപ്പ് നിറഞ്ഞ അന്തരീക്ഷ ഈ കോളേജിനകത്ത്. 100 വർഷം പഴക്കമുള്ള കോളേജും ഇവിടുത്തെ ഈ ക്ലാസ് മുറികളും ഇവിടെ പഠിച്ച പല ആളുകളുടെയും പഠനത്തിൻ്റെ വിജയത്തിനും തോൽവിക്കും സാക്ഷ്യം വഹിച്ച് കാണും. ഇവിടുത്തെ വരാന്തകളിലൊക്കെ വെച്ച് ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളും പ്രണയബന്ധങ്ങളും ഉടലെടുത്തിട്ടുണ്ടാകും. മിക്ക ആളുകളുടെ ജീവിതത്തിലും ഏറ്റവും സന്തോഷമുള്ള സമയമായിരിക്കും കോളേജ് ലൈഫ്. ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ ആ ഒരു ജീവിതത്തിലേക്ക് ഒന്നുകൂടി തിരിച്ചു പോകാൻ പറ്റിയിരുന്നെങ്കിലെന്ന് ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട്. സെൻട്രൽ ലൈബ്രറി കൂടാതെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അതത് വകുപ്പുകളിലെ വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ സുഗമമാക്കുന്ന പ്രത്യേക ലൈബ്രറിയുമുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ 3 എഞ്ചിനീയറിംഗ് ശാഖകളോടെയാണ് കോളേജ് ആരംഭിച്ചത്. പുരുഷന്മാരുടെ ഹോസ്റ്റലുകളുടെ പേര് ഗംഗ, യമുന, കാവേരി എന്നാണ്. ലേഡീസ് ഹോസ്റ്റലിന് നിള എന്നാണ് പേര്. കോളേജിൽ പഠിക്കുമ്പോൾ നമുക്കറിയില്ല കോളേജ് ലൈഫ് എത്ര വിലപ്പെട്ടതാണ് എന്ന്. അവിടെ നിന്ന് പഠിച്ചിറങ്ങുമ്പോഴാണ് ശരിക്കും നമ്മളതിനെ മിസ് ചെയ്യാൻ തുടങ്ങുന്നത്. ഒരു വട്ടം കൂടി കലാലയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും.